തൃശൂരിലെ മെൽക്കർ തട്ടിപ്പിൽ ഇടുക്കിയിലും പരിശോധന. നെടുങ്കണ്ടത്ത് മെൽക്കർ ശാഖയിൽ പരിശോധന നടത്തി. നെടുങ്കണ്ടത്തെ ഓഫീസിൽ നിന്നും നിരവധി രേഖകൾ പിടിച്ചെടുത്തു. ഇപ്പോഴും നിരവധി പരാതികളാണ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മെൽക്കർ ഫിനാൻസ് ആൻഡ് ലീസിംഗ് എന്ന പേരിൽ 6 വർഷം മുമ്പ് തൃശൂർ ആസ്ഥാനമാക്കിയാണ് സ്ഥാപനം തുടങ്ങിയത്. പിന്നീട് സംസ്ഥാനത്താകമാനം അമിത പലിശ വാഗ്ദാനം ചെയ്ത 40ഓളം ശാഖകൾ സ്ഥാപിക്കുകയായിരുന്നു. ജനങ്ങളുടെ വിശ്വാസ്യത ആർജിച്ചെടുക്കുവാൻ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവരെ ഓരോ ശാഖകളിലും ജീവനക്കാരായി എത്തി. സംഭവത്തിൽ സംസ്ഥാനത്താകെ 270 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. നെടുങ്കണ്ടത്ത് നിന്ന് മാത്രമായി 6.5 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. സംഭവത്തിൽ സ്ഥാപനത്തിന്റെ ഉടമകളായ തൃശൂർ കൂർക്കഞ്ചേരി വാലത്ത് വീട്ടിൽ രംഗനാഥൻ, ഭാര്യ വാസന്തി എന്നിവർ നിലവിൽ റിമാൻഡിലാണ്. നെടുങ്കണ്ടത്ത് നടത്തിയ പരിശോധനയിൽ നിക്ഷേപവുമായി ബന്ധപ്പെട്ട രേഖകളും വിവിധ രജിസ്റ്ററുകളും പിടിച്ചെടുത്തു. സംഭവത്തിൽ ജീവനക്കാർക്കടക്കമുള്ള പങ്ക് പരിശോധിക്കുമെന്ന് നെടുങ്കണ്ടം CI ജർലിൻ വി സ്കറിയ പറഞ്ഞു. നെടുങ്കണ്ടത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് ഏകദേശം ഇപ്പോൾ 30 ലക്ഷം രൂപയ്ക്കടുത്ത് നഷ്ടപ്പെട്ടതായി വിവിധ പരാതിക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. കൂടുതൽ പരാതിക്കാരെ രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് വരും ദിവസങ്ങളിൽ തുറന്നുണ്ടാകും. സ്ഥാപനത്തിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് രേഖകൾ പിടിച്ചെടുക്കുന്ന നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമിത പലിശ വാഗ്ദാനം ചെയ്ത് 40ഓളം ശാഖകൾ വഴി ഇവർ കോടികൾ സമാഹരിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. വിവിധ സ്ഥാപനങ്ങൾ വഴിയാണ് ഇവർ ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചത്. നിധി, സൊസൈറ്റി വിഭാഗങ്ങളിൽപ്പെടുന്ന സ്ഥാപനങ്ങൾ ഇതിന്റെ ഉടമകൾക്കുണ്ട്. സ്ഥിര നിക്ഷേപമായും മറ്റു പദ്ധതികളിലൂടെയും നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്തു. കൂടുതലും മുതിർന്ന പൗരന്മാരാണ് തട്ടിപ്പിൽ കുടുങ്ങിയത്. 4000-ലധികം പേർ ഇതിൽ നിക്ഷേപം നടത്തിയെന്നാണ് പ്രാഥമിക വിവരം. ഇതിൽ പലരും 50 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചവരാണ്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.